എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി എങ്ങോട്ടാണെന്നായിരിക്കില്ല എല്ലാവരും വിചാരിക്കുന്നത്. എങ്ങോട്ടുമില്ല. ഇന്ന് ഞങ്ങളുടെ യൂണിറ്റിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ക്വാർട്ടർ കോമ്പറ്റീഷൻ ആയിട്ടോ. അപ്പോൾ ഞങ്ങളുടെ ക്വാർട്ടറൊക്കെ നല്ല അടിപൊളിയായി സെറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ക്വാർട്ടർ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ. അപ്പോൾ ഞങ്ങളുടെ ക്വാർട്ടർ കണ്ടിട്ട് വരാം. കയറി വരുന്ന ഈ ഫ്രണ്ട് ഏരിയയിൽ തന്നെ 2 ചെടിച്ചട്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ. പിന്നെ ഇന്ന് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് രംഗോലി വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇവർക്കൊക്കെ രംഗോലി ഒരു കയറി വരുമ്പം തന്നെ ഒരു രംഗോലിയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇതായിട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ അധികം ഈ രംഗോലിയൊന്നും അങ്ങനെ കാണുന്നില്ലല്ലോ. അപ്പോൾ ഇതെൻ്റെ അപ്പുറത്തെ ഒരു ദീദി എനിക്ക് വരച്ച് തന്നെ കേട്ടോ, എനിക്ക് വരയ്ക്കാൻ അറിയായിട്ട്. അപ്പോൾ എന്താ കയറി വരുന്ന ഇതാട്ടോ ഞങ്ങളുടെ ഹാളിൽ തന്നെ ഇന്ന് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഇത്രയും ഈ മാറ്റും ഈ ചെയർ മാറ്റൊന്നും ഞാൻ ഇടാറില്ലേ, മക്കൾ വെറുതെ ചവിട്ടിക്കയറി നശിപ്പിക്കുന്നതുകൊണ്ട്. ഇവിടെ ആട്ടോ ഞങ്ങളുടെ ഒരു പൂജ, ഒരു വിളക്കെല്ലാം കത്തിക്കുന്ന സെറ്റ് ചെയ്തിട്ടുള്ള. പിന്നെ സൈഡിൽ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ഹാളിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ ബാൽക്കണിയിലേക്കാട്ടോ. ഇവിടെ ഞങ്ങളൊരു ചെറിയൊരു ഗാർഡൻ പോലെ, അധികമൊന്നുമില്ല, ഒരു മുളക്, കറിവേപ്പില, പിന്നെ കറ്റാർവാഴ, തുളസി, പനിക്കൂർക്ക അങ്ങനെയൊക്കെ. ഞങ്ങൾ കുറച്ച് നാട്ടിൽ ലീവിന് പോയി വന്നത്തേക്കും കുറേയൊക്കെ ഉണങ്ങിപ്പോയി കേട്ടോ. ഇതിനേക്കാളും കുറേ കറിവേപ്പിലയൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഈ അവിടുന്ന് ഹാളിൽ നിന്ന് കയറുന്നിടത്തൊരു ചെറിയൊരു വരാന്ത പോലെയാണ് കേട്ടോ. 2 സൈഡിലും കിച്ചണും റൂംസൊക്കെയാണ്. അപ്പോൾ ഈ ഹാളിൽ നിന്ന് കയറുന്ന ഈ സൈഡിൽ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ കിച്ചൺ വരുന്നത്. ഇതാണ് കിച്ചൺ. കിച്ചണിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി 2 കബോർഡ് ഉണ്ട് കേട്ടോ ഇതുപോലെ. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇന്ന് സാധനങ്ങളൊക്കെ കുറച്ച് അടുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. എങ്ങാനും അവർ ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞാൽ നോക്കിയാലോ ഒരു ഭംഗിക്ക് വേണ്ടി പേരൊക്കെ എഴുതി കൃത്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ കിച്ചണിൽ വിൻഡോയിൽ അവിടെ 2-3 മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്ലേറ്റ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു അലമാരയൊക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് നേരെ ഇറങ്ങി ഈ സൈഡിൽ, ഈ വലത് സൈഡിൽ കാണുന്ന കേട്ടോ ഞങ്ങളുടെ ബെഡ്റൂം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഞങ്ങൾ വന്ന സമയത്ത് ചുമരൊക്കെ ഭയങ്കര മോശമായിരുന്നേ. അതുകൊണ്ട് ഞങ്ങൾ ഈ വാൾപേപ്പറൊക്കെ ഞങ്ങൾ തന്നെ വാങ്ങി ഒട്ടിച്ചാണ്. പിന്നെ മോളുടെ കുറച്ച് ഡോൾസൊക്കെ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് അവിടെ മോളുടെ തൊട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ആ ഫ്ലോർ മാറ്റൊക്കെ ഞാൻ ഇന്ന് അവർ വരുന്നതുകൊണ്ട് ഇട്ട കേട്ടോ, സാധാരണ ഇടാറില്ലേ. പിന്നെ ഇത് ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു ചെറിയൊരു റൂമാണ്. അവിടെ നിന്ന് ഇതാ നേരെ പോകുന്നത് ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് വേറൊരു സെക്കൻഡ് ബെഡ്റൂമാണ്. അവിടെയും അത്യാവശ്യം അറ്റാച്ച്ഡ് ഒരു ബാത്റൂമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു പിക്ചറൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വരച്ചതല്ല, ഞങ്ങളുടെ താഴത്തെ ഒരു മലയാളി എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ചേച്ചി നന്നായി ഡ്രോയിങ്സ് ചെയ്യുക. അപ്പം ഇന്ന് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞപാട് പെട്ടെന്ന് വന്ന് എനിക്ക് വരച്ച് തന്നതാണ് കേട്ടോ ആ ഡ്രോയിങ്സ്. ഹാളിലും ഉണ്ട് ഒരെണ്ണേ. പിന്നെ അവിടെ ഒരു മിറർ അതിൻ്റെ ഉള്ളിലാട്ടോ ചീപ്പ് പൗഡർ അങ്ങനത്തെ അത്യാവശ്യം ബ്യൂട്ടി സാധനങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പം ഈ 2 റൂമൊന്നും പുറത്തേക്കൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ തുണിയൊക്കെ വിരിച്ചിടുന്നത്. പിന്നെ തുടയ്ക്കുന്ന മോപ്പ്, ചൂല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെയാട്ടോ വെക്കുന്നത്. 2 ബെഡ്റൂമൊന്നും ഈ ഒരു ബാൽക്കണിയിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു പുറത്തെ ഒരു ഏരിയ കേട്ടോ. റെഡിയായി സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ വിചാരിച്ചു ഇവർ ഹിന്ദിക്കാർക്ക് നമ്മുടെ നാട്ടിലെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ കാണുമ്പോൾ ഒരു ഇഷ്ടമാണ് കേട്ടോ. ഇവർക്ക് അറിയില്ല നമ്മളുടെ ഈ സെറ്റും കൊണ്ട് ഡ്രസ്സൊക്കെ. അപ്പം നമ്മൾ വിചാരിച്ചു കോമ്പറ്റീഷനല്ലേ, കയറി വരുമ്പോൾ തന്നെ നമ്മുടെ നല്ല ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വെൽക്കം ചെയ്യാനേ. അപ്പം നമ്മളിതാ റെഡിയായി സെറ്റായി ക്വാർട്ടറെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് കിട്ടുമെന്നൊന്നും അറിയില്ല, നമ്മളെ കൊണ്ടാകുന്ന പോലെയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്വാർട്ടറും പരിസരമെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.